എറണാകുളം അങ്കമാലി രൂപത പ്രശ്നം വളരെ അധികം രൂക്ഷിതമായി വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കത്തോലിക്കരെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കത്തോലിക്കരുള്ളത് കേരളത്തിൽ തന്നെയാണ്. ഏകദേശം 10-12 രൂപതകളുണ്ട്. ഏറ്റവും ശക്തമായ ചങ്ങനാശ്ശേരി രൂപത, പാലാ രൂപത, ഇടുക്കി രൂപത, എറണാകുളം അങ്കമാലി രൂപത, തൃശ്ശൂർ, തലശ്ശേരി, താമരശ്ശേരി, കോഴിക്കോട്, ഇങ്ങനെ ധാരാളം കത്തോലിക്ക സഭയുടെ രൂപതകളുണ്ട്. ഇവിടെ എല്ലാം മെത്രാന്മാരും ആണ് ആ രൂപതയുടെ മേലധികാരി. ലോകത്തിലെ ക്രിസ്തുവിൻ്റെ പിൻഗാമികളായ കത്തോലിക്കരുടെ ഏറ്റവും മുന്തിയ ആത്മീയ നേതാവാണ് മാർപ്പാപ്പ. മാർപ്പാപ്പയെ ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവരാരും ചോദ്യം ചെയ്യാറില്ല. ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് തന്നെയാണ് കാണുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം യഹൂദായിലെ അന്നത്തെ നിയമത്തിനെതിരായി യേശുക്രിസ്തു സംസാരിച്ചു. അന്ന് വളരെ കർക്കശമായ യഹൂദ നിയമങ്ങളായിരുന്നു. പാവം ചെയ്തവരെന്ന് വിധിക്കപ്പെട്ടവരെ കല്ലെറിഞ്ഞു കൊല്ലുക, അതുപോലെയുള്ള മോശമായി നടക്കുന്ന സ്ത്രീകളെ അവരെ കല്ലെറിഞ്ഞു കൊല്ലുക, ഇങ്ങനെയൊക്കെ അതിക്രൂരമായ ഒരു നടപടിയായിരുന്നു യഹൂദ സാമ്രാജ്യത്തിൽ. ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം പള്ളികളിൽ ഉണ്ടായ ഇതുപോലെയുള്ള കച്ചവട മനസ്ഥിതിയുള്ളവരെ എല്ലാവരും പുറത്താക്കി. കത്തോലിക്ക സഭ ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മതവിശ്വാസികളുടെ ഒരു സംഘം തന്നെയാണ്. മാർപ്പാപ്പയാണ് അവരുടെ ദൈവത്തിൻ്റെ അടുത്ത ആളായിട്ട് കണക്കാക്കപ്പെടുന്നത്. കേരളത്തിലെ ഈ അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അവിടെയുള്ള കുറേ വിമത വൈദികരും അവരോട് ചേർന്ന് നിൽക്കുന്ന 5-6 അൽമായരും അതിന് വഴങ്ങുന്നില്ല. കത്തോലിക്ക സഭയെ താറടിച്ച് കാണിക്കുന്ന പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. കുർബാന ആൾക്കാരെ ഫേസ് ചെയ്ത് ചൊല്ലുന്നതും പിന്തിരിഞ്ഞ് ചൊല്ലുന്നതും ഒക്കെ തന്നെയാണ് തർക്ക വിഷയം. പക്ഷേ അത് അനാവശ്യമായി അവിടെ പ്രകടിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പിന്നിലെല്ലാം വേറെ ചില വികാരങ്ങളാണ്. കത്തോലിക്ക സഭയെ നശിപ്പിക്കാൻ തന്നെയാണ് ചിലരുടെ രംഗപ്രവേശനം. സഭയിലുള്ള അങ്കമാലി എറണാകുളം അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികര് ട്രേഡ് യൂണിയൻ സ്വഭാവത്തോടു കൂടിയാണ് സഭയെ പ്രവർത്തിക്കുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യാൻ കുറേ അൽമായരുമുണ്ട്. അവരൊക്കെ പിതാക്കന്മാരെ വകവെക്കാതെ കുറേ നാളുകളായിട്ട് ഏകദേശം 400-അടുത്തുള്ള അച്ഛന്മാരും വൈദിക പട്ടം സ്വീകരിച്ചവരും അവരെ കൂടെ നിൽക്കുന്ന ചില അണികളും സഭയ്ക്കെതിരായിട്ട് കുറേ വർഷങ്ങളായി അവിടെ പ്രവർത്തിക്കുകയാണ്. അവരുടെ ചൊൽപ്പിടിക്ക് സഭ നിൽക്കണം. വളരെയധികം ദുഃഖത്തോടു കൂടി ആന്റണി ആലഞ്ചേരി പിതാവ് പടിയിറങ്ങി. അദ്ദേഹത്തിന് ഇവർ വളരെയധികം മാനസികമായി പീഡിപ്പിച്ചു. അദ്ദേഹത്തിനെതിരായിട്ട് സിവിൽ കേസുകൾ കൊടുത്തു. അദ്ദേഹം സ്ഥലക്കച്ചവടത്തിൽ പണം വെട്ടിച്ചു എന്നുള്ള ആരോപണം കൊണ്ടുവന്നു. ഫ്രാങ്കോ പിതാവിൻ്റെ കേസ് വിട്ടുപോയെങ്കിലും അതിൻ്റെ പിന്നിലും ആ അങ്കമാലി അതിരൂപതയിലെ ചില വ്യക്തികളുണ്ടായിരുന്നു, ചില അച്ഛന്മാരുണ്ടായിരുന്നു. അപ്പം ഓരോന്നും നമ്മൾ പിന്നെ സഭയിൽ നിന്ന് വിട്ടുപോയവർ സഭയ്ക്കെതിരായി വെളിയിൽ കൂടെ നിന്നും മോശമായി പ്രസംഗിച്ച് നടക്കുന്നതും കാണും. എല്ലാ മതത്തിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കത്തോലിക്ക സഭയുടെ നിയമങ്ങൾ മുഴുവൻ മാർപ്പാപ്പയുടെ മുമ്പിലുള്ള കാനോൻ നിയമം അനുസരിച്ചാണ് കത്തോലിക്ക സഭ 2000 വർഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
1500 കനോൻ നിയമം പീസ് മാർപ്പാപ്പ മൂന്നാമൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കനോൻ നിയമം പരിഷ്കരിച്ച് 1500 കൊണ്ടുവരുന്നത്. അതിനുശേഷം 13ാം മാർപ്പാപ്പ 13ാം ഗിഗറി മാർപ്പാപ്പ ഈ കനോൻ നിയമം പരിഷ്കരിച്ചു. 1752 കനോൻ നിയമങ്ങളുണ്ട്. കത്തോലിക്ക സഭയിലെ പോപ്പ് മുതൽ പള്ളിയിൽ പോകുന്ന സാധാരണക്കാർ വരെ, അൽമായർ വരെ ഈ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ലോകത്തിൻ്റെ ഏത് കോണിലായാലും ശരി ഈ നിയമം തന്നെയാണ് എല്ലാവർക്കും ബാധകമായിട്ടുള്ളത്. ഈ നിയമത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താവും. 1752 കാനോൻ നിയമത്തിൽ അതിന് കാനോൻ നിയമം എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ അവിടെ ആശാരിമാർ ഉപയോഗിക്കുന്ന ഒരു വടിയാണ് കാനോൻ. അതാണ് നിയമമായിട്ട് കാനോൻ നിയമം എന്ന് പറയുന്നത്. ആ കാനോൻ നിയമം, ആ വടിയാണ് അതിൻ്റെ തലക്കെട്ട് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് കാനോൻ നിയമങ്ങൾ. കാരണം കർശനമായ ഒരു താക്കീത് നൽകുന്നതാണ് ആ നിയമങ്ങളൊക്കെ. കോഡക്സ് ലൂറിസ് കാനോനിസിയ, അതാണ് ഗ്രീക്ക് ഭാഷയിലെ കാനോൻ നിയമത്തെപ്പറ്റി, ആ നിയമവ്യവസ്ഥകളെപ്പറ്റി പറയുന്ന പുസ്തകം. കോഡക്സ് ലൂറിസ് കാനോനിസി എന്നാണ് അതിന് പറയുന്നത്. 1752 നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളനുസരിച്ചാണ് ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കുന്ന കത്തോലിക്ക വൈദികർ അവരുടെ പഠനത്തിന് ശേഷം കുർബാന അർപ്പിക്കുന്നതും കത്തോലിക്ക സഭയിലെ അനുഷ്ഠാനങ്ങൾ അവർ ആത്മീയമായ കാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നതും അവർ അവിവാഹിതരായി അവരുടെ ജീവിതകാലം മുഴുവൻ സഭയെ സേവിക്കാനാണ് പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരുമാണ്. കനോൻ നിയമം അനുസരിച്ച് 333 പ്രകാരം മാർപ്പാപ്പയുടെ വിധിക്കോ ഡിഗ്രിക്കോ അപ്പീലില്ല, അത് ഫൈനലാണ്. കത്തോലിക്ക സഭയിലെ എല്ലാ മെത്രാന്മാരും, സിനഡ് മെത്രാന്മാരും, അച്ചന്മാരും, അൽമായരും എല്ലാവരും ഈ നിയമം അനുസരിച്ചേ പറ്റുള്ളൂ. മാർപ്പാപ്പ എടുക്കുന്ന തീരുമാനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിലുള്ള സിനഡ് മെത്രാന്മാരും സിനഡ് കൂടി അവർ ആ ഓരോ മേഖലയിലുള്ള സ്ഥലങ്ങളിൽ വെച്ച് സൂനകദോസ് കൂടിയെടുക്കുന്ന തീരുമാനങ്ങളാണ്. വളരെയധികം ചിന്തകന്മാരും മതപണ്ഡിതന്മാരും വളരെ വർഷക്കാലം എടുക്കുന്ന തീരുമാനം അനുസരിച്ച് ചിന്തിച്ചെടുക്കുന്ന തീരുമാനമാണ്. കനോൻ നിയമത്തിനനുസരിച്ച് മാത്രമാണ് സഭ മുന്നോട്ട് പോകുന്നത്. ആ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് വേണം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കിക്കാണാൻ. ഏകദേശം 400ഓളം അച്ഛന്മാർ, 333 ഒരു കണക്ക് ഞാൻ കണ്ടു, 400ഓളം അച്ഛന്മാർ വിമതരാണ്. സഭയെ അനുസരിക്കുന്നില്ല, പോപ്പിനെ അനുസരിക്കുന്നില്ല. അവർ കാനോൻ നിയമം 333 അനുസരിച്ച് ബ്രാക്കറ്റ് 3 അനുസരിച്ച് പോപ്പ് പറഞ്ഞതിന് എതിരായിട്ട് പോവുകയാണ്. പോപ്പിനും തെറ്റുപറ്റാം എന്നൊരു ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറയുകയുണ്ടായി. അദ്ദേഹം കത്തോലിക്കനാണ്. അദ്ദേഹത്തിൻ്റെ ആ പോപ്പിനെ ചോദ്യം ചെയ്തിട്ടുള്ള അതിനും നടപടി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. എറണാകുളത്ത് ഇപ്പം വന്ന സിറിൽ വാസിൽ എന്ന് പറഞ്ഞ ആ പിതാവ്, അതിനു മുമ്പ് പലരും വളരെയധികം ചർച്ചകൾ 3-4 വർഷം കൊണ്ട് നടത്തി, ഒരു പരിഹാരവും ഉണ്ടായില്ല. ബസിലിക്ക 1 വർഷം കൊണ്ട് കുർബാന ചെല്ലാതെ പൂട്ടിക്കിടക്കുകയാണ്. ആ ബസിലിക്കയെ ഏകദേശം 16 അച്ഛന്മാർ ബദലായി അവിടെ കുർബാനയെല്ലാം കയറി അവിടെ കുർബാന ചെല്ലിയ അച്ഛന്മാരെ അവരെ അവിടുന്ന് പുറത്താക്കുകയും അവർ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും വലിച്ചെറിയുകയും ചെയ്ത സംഭവം ഉണ്ടായി. അത് സഭയിൽ നിന്ന് പുറത്താക്കേണ്ടവരാണ്. എത്ര പേരുണ്ടോ അത്രയും പേരും ഒരു കാരുണ്യം കാണിക്കാതെ സഭയിൽ നിന്ന് പുറത്താക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം വാസിൽ പിതാവ് സിറിൽ വാസിൽ വന്ന് അനുരചനം പല സമയം നോക്കി. അത് പല സന്ദർഭത്തിലും അദ്ദേഹം എല്ലാ റിബൽ ആൾക്കാരുമായിട്ട് സംസാരിച്ചു, കൈക്കാരന്മാരുമായിട്ട് സംസാരിച്ചു. എല്ലാ രംഗത്തും
സിനഡ് കൂടിയ മെത്രാന്മാർക്കെതിരായും പോപ്പിനെതിരായും വളരെ മോശമായ വാചക കസർത്ത് നടത്തുന്ന കത്തോലിക്കരെയാണ് കാണുന്നത്. കുറച്ചാൾക്കാർ 400 പേരുള്ള അച്ഛന്മാരായാലും ശരി, സഭയ്ക്കെതിരായി സഭയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഇവരെ പുറത്താക്കുക തന്നെ ചെയ്യണം. കാരണം ആ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം യഹൂദിയായിൽ പ്രസംഗിക്കുകയും നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മോശമായി നടക്കുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. അവിടുത്തെ നിയമജ്ഞരും പരിസയരും അവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നും അതിന് അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം ക്രിസ്തു പറഞ്ഞതായിട്ടാണ് യഹൂദിയായിലെ അന്നത്തെ നിയമജ്ഞരോടും പരിസയരോടും അന്നുകൂടിയ ആൾക്കാരോടും, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, ആ സ്ത്രീയോട് നീ പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് മാത്രമാണ് പറഞ്ഞത്. ഇവിടെ കത്തോലിക്ക സഭയെ തകർക്കാൻ ട്രേഡ് യൂണിയൻ സ്വഭാവത്തോടു കൂടി അച്ഛന്മാരും അൽമായരും സഭ വിട്ടു പോകണം, അവർ ഇനി മേൽ കുറ്റം ചെയ്യാൻ കഴിയില്ല സഭയിൽ. ഈ ക്രിസ്മസ് 25-ാം തീയതി അൾത്താരയിൽ നോക്കി കുർബാന ചെല്ലാൻ പോപ്പ് ഫൈനലായിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. അതിന് അപ്പീലില്ല. കോഡക്സ് ലൂറിസ് കാനോനിസി പ്രകാരം ആണ് അദ്ദേഹം ആ കൽപ്പന പുറപ്പെടുവിച്ചത്. ഇതിനകത്ത് ഒരച്ഛൻ ഈ ക്രിസ്ത്യൻ സഭയിലെ സഭാപരമായ ഉദ്യോഗത്തിന് നിയമിക്കപ്പെടുമ്പോൾ അതിന് കാനോൻ നിയമപ്രകാരം 145, 196 വരെയുള്ള കാര്യങ്ങൾ അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ അവർ സഭയിലെ ഒരു കത്തോലിക്കനായി, ഒരു സഭയിലെ ഒരു മതപുരോഹിതനായി നിൽക്കാൻ കഴിയുള്ളൂ. പുസ്തകം 1 അത് പറയുന്നുണ്ട്. കാനോൻ നിയമത്തിൻ്റെ ആ നിയമത്തിലെ പുസ്തകത്തിനനുസരിച്ച് അവരനുഷ്ഠിക്കേണ്ട വ്രതങ്ങൾ അവർ സഭയ്ക്കെതിരായിട്ട് നീങ്ങിയാൽ അത് സഭാപരമായ ഉദ്യോഗം നഷ്ടപ്പെടാനുള്ള വകുപ്പാണ്. 184 കാനോൻ നിയമം 184(1) പ്രകാരം അവർ സഭാപരമായ ഉദ്യോഗം അവർക്ക് നഷ്ടപ്പെടും. 192, 194 പ്രകാരം അവരെ നീക്കം ചെയ്യാം. ആ സഭയിലെ പുരോഹിതന്മാരെ നീക്കം ചെയ്യാനുള്ള അധികാരം കാനോൻ നിയമപ്രകാരമുണ്ട്. അതൊരു മെത്രാന് ചെയ്യാം, ഒരു സിനഡിലെ മെത്രാനും ചെയ്യാം. പക്ഷേ ഇവിടെ അവരെ നീക്കം ചെയ്യാനുള്ള സഭയ്ക്കെതിരായിട്ട് എറണാകുളം അങ്കമാലി പ്രവർത്തിച്ച, വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള ആ പിതാക്കന്മാരെ അല്ലെങ്കിൽ ആ മതപുരോഹിതന്മാരെ നീക്കം ചെയ്യാനുള്ള ഓർഡർ സിറിൽ വാസലിൻ്റെ കയ്യിലുണ്ട്. അവർ നിർബാധികം കീഴടങ്ങി അവർ കത്തോലിക്ക നിയമം അനുസരിച്ച് ആൾത്താരെ നോക്കി കുർബാന ചെല്ലാൻ തയ്യാറാണോ. അത് ഒരു 25-ാം തീയതി മാത്രമല്ല, അവരുടെ തുടർച്ചയായ പൗരോഹിത്യം നിലനിൽക്കണമെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ സഭയ്ക്ക് വെളിയിൽ പോകും. അത് എത്ര 1000 പേരായാലും ശരി സഭയിൽ നിന്ന് വെളിയിൽ പോകും. കാരണം സഭയിൽ ഇപ്പോൾ എടുത്ത തീരുമാനം എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് കൊടുത്തു. വളരെയധികം ക്ഷമയോടുകൂടി ആലഞ്ചേരി പിതാവ് അവസാനം രാജിവെച്ച് പോയി. അദ്ദേഹത്തിനെ വേദനിപ്പിച്ച് വിട്ടു. അദ്ദേഹത്തിനെ പോലെ നൈർമല്യമുള്ള ഹൃദയമുള്ള ഒരാൾ ഇവരോടെല്ലാം ക്ഷമിച്ച് നിന്നു. അദ്ദേഹത്തിൻ്റെ മഹത്വം ആർക്കും മനസ്സിലാകുന്നില്ല. ആലഞ്ചേരി പിതാവിനെ അവിടുന്ന് പടിയിറക്കി. ഫ്രാങ്കോ പിതാവിനെ അദ്ദേഹം കുറ്റം ചെയ്തില്ല എന്നൊക്കെ കത്തോലിക്കയിലുള്ള ആൾക്കാർ പറഞ്ഞു. കുറ്റം ചെയ്തവരെ തീർച്ചയായിട്ടും പടിക്ക് പുറത്ത് പൊയ്ക്കോട്ടെ. കുറ്റവിമുക്തനാക്കി അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ അദ്ദേഹം രാജിവെച്ച് പോയി. എറണാകുളം അങ്കമാലിയിലുള്ള ചില വൈദികരും ചില അവിടുത്തെ അൽമായരും ആണ് സഭയ്ക്കെതിരായിട്ട് നീങ്ങിയിരിക്കുന്നത്. പല പ്രാവശ്യം അവർക്ക് തിരിച്ചു വരാനുള്ള അവസരം കൊടുത്തു. ആരും തിരിച്ചു വന്നില്ല. പൂർവാധികം ശക്തിയോടുകൂടി പല മെത്രാന്മാരും സെനഡിലെ അംഗങ്ങളുടെയും മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് പോപ്പിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞു. ഏതായാലും പോപ്പിൻ്റെ അവിടെ നിന്ന് പ്രതിനിധിയായിട്ട് വന്ന വാസിൽ പിതാവിൻ്റെ കയ്യിൽ ആ ഓർഡറുണ്ട്. അദ്ദേഹം
ദൃശ്യമാധ്യമ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൂടെ ഇവരോട് സംസാരിച്ചു. അവർ വകവെച്ചില്ല, അത് കള്ളമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. വളരെയധികം മോശമായ ഇൻ്റർപ്രട്ടേഷൻ കത്തോലിക്ക സഭയെ പറ്റിയും കത്തോലിക്കത്തിലെ പോപ്പിനെ പറ്റിയും അല്ലെ പോപ്പിൻ്റെ പ്രതിനിധിയെ പറ്റിയൊക്കെയുള്ള അവരുടെ ജൽപ്പനങ്ങൾ അതിനി വില പോകില്ല. തീർച്ചയായിട്ടും സഭയെ നിന്ദിക്കുന്നവരെ പുറത്താക്കണം. അവർ പിന്നീട് തിരിച്ച് മനസ്താപത്തോടെ തിരിച്ചു വന്ന സഭ സ്വീകരിക്കുകയും ചെയ്യും. പ്രാരംഭമായിട്ട് ഞാൻ കരുതുന്നത് സെൻറ്റ് മേരീസ് ബസിലിക്കയിലെ കുർബാനയെ അവഹേളിച്ച, അതാണ് അവരുടെ ധർമ്മം, ആ സഭയിലെ ആ പുരോഹിതരെ സഭയിൽ നിന്ന് ഉടൻ നീക്കം ചെയ്യണം. അവരോട് ചേർന്ന് നിന്ന, പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന അൽമായരായ 3-4 പേരുണ്ട്. അവരാണ് സോഷ്യൽ മീഡിയയിൽ കൃത്യമായി വന്നിരുന്ന് ആ പുരോഹിതന്മാർക്ക് വേണ്ടി സംസാരിക്കുകയും അവരെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രാരംഭമായിട്ട് 12 പേരെ അല്ലെങ്കിൽ 16 പേരെ കുർബാനയെ അവഹേളിച്ച പുരോഹിതന്മാരെ പറഞ്ഞു വിടണം. തീർച്ചയായിട്ടും അത് ഇനി നടപ്പാക്കണം. കാരണം ഇനി ക്ഷമിക്കണ്ട. കാരണം സഭ ഓരോ നിമിഷം ചെല്ലും തോറും അവരുടെ പ്രവർത്തനം മുഴുവൻ സഭയെ അവമതിക്കുകയാണ്. അതുകൊണ്ട് അത് വകവെച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് കത്തോലിക്ക സഭയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ. സെൻറ്റ് മേരീസ് ബസിലിക്കയിൽ 1-ാം തീയതി അല്ല 25-ാം തീയതി ആൾത്താരെ നോക്കിയുള്ള കുർബാന അനുഷ്ഠിക്കും. വാസിൽ പിതാവ് മടങ്ങിപ്പോയി. ഏതായാലും അടുത്ത 15 അല്ലെങ്കിൽ ഒരു 20 ദിവസത്തിനകം ഇവിടെ കാർഡിനൽ ഉണ്ടാകും. അതിന് സിനഡ് കൂടും, അവരെ തിരഞ്ഞെടുക്കും. അതുകൊണ്ട് അതിനുശേഷം സഭയിലുള്ളവരെ അദ്ദേഹത്തിൻ്റെ ആ കാർഡിനലിൻ്റെ ആജ്ഞകളെ അനുസരിച്ച് മുന്നോട്ട് പോകും. ഇവിടെ പലരും ധരിച്ചിരിക്കുന്നത് പോപ്പിനെ ചലഞ്ച് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ തീരുമാനം ചോദ്യം ചെയ്യാം. ഇത് നിയമപരമായി കത്തോലിക്ക സഭയെ നയിച്ചുകൊണ്ട് പോകുന്നത് കാനോൻ നിയമമാണ്. അത് ആത്മീയമായ കാര്യത്തിലാണ്. അതിനകത്ത് കോടതി ഇടപെടാറില്ല. കാരണം അത് കോടതിയിൽ നിന്നൊരു ഡിഗ്രി സമ്പാദിക്കാൻ കഴിയില്ല. ഇത് മതപരമായ കാര്യമാണ്. അത് കാനോൻ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകും. ഇന്ത്യൻ പീനൽ കോഡിലും ഇന്ത്യയിലെ നിയമങ്ങളും അനുസരിച്ച് ഏതെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് തടസ്സവുമില്ല. സഭ അതിന് എതിരുമല്ല. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ച അത് ഏകദേശം 333 എന്നാണ് നേരത്തെ ഒരു കണക്ക് ഞാൻ കണ്ടത്. 400 ചില്ലുവാനും ഉണ്ട്. അവരെ തീർച്ചയായിട്ടും പുറത്താക്കണം. അവർ വേറൊരു സഭ ഉണ്ടാക്കിക്കോട്ടെ. അവരെ മുഴുവൻ ആൾക്കാരെയും പുറത്താക്കണം. അതിന് പ്രാരംഭമായിട്ട് അവർക്ക് ലീഡർഷിപ്പ് കൊടുത്ത, സഭയെ അവഹേളിച്ച ഏകദേശം 10-42 പേരുണ്ട്. ആ പുരോഹിതന്മാരെ മാത്രമല്ല, അവരെ കൂടെ നിന്ന ആ അൽമായരെ വ്യക്തികളെയും ആ കുടുംബങ്ങളെയും സഭയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്.